ധാരാളം ആളുകൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജിമ്മിൽ പോകുന്നവരും ധാരാളം പേരാ. രണ്ടും നല്ലത് തന്നെ, വളരെ ഗുണം ചെയ്യുന്നതാണ് രണ്ടും മനുഷ്യൻ്റെ ആരോഗ്യത്തിന്. തമ്മിൽ വ്യത്യാസം വല്ലതുമുണ്ടോ? യോഗയ്ക്ക് പകരം ജിമ്മിൽ പോയാൽ മതിയോ? ജിമ്മിൽ പോകുന്നതിന് പകരം യോഗ മാത്രം മതിയോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ജിമ്മാകുമ്പോൾ മസിൽസിന് വേണ്ടത്ര വ്യായാമം ലഭിക്കും. ശരീരമാസകലം പൊതുവെ ബോഡി വ്യായാമം കിട്ടുമ്പോൾ പൊതുവെ സ്ട്രെങ്ത് വർദ്ധിക്കും, ദഹനം വർദ്ധിക്കും, ബ്ലഡ് സർക്കുലേഷൻ അധികമാകും. മൊത്തത്തിൽ നല്ലത് തന്നെയാണ്. മനസ്സിന് ആഹ്ലാദം വരും. പൊതുവെ നല്ലത് തന്നെയാണ് ജിമ്മ്. ഏതാണ്ട് അതിനോട് ബന്ധപ്പെട്ട ഉള്ള ഗുണം കിട്ടും. തൂമ്പ എടുത്ത് കുറച്ച് സമയം കിളച്ചാൽ എത്രയും തന്നെ കിട്ടും. രാവിലെ ഒരു 2 കിലോമീറ്റർ ഒരാൾ നടന്നാൽ, രാവിലെയോ മറ്റെപ്പോഴെങ്കിലുമോ, മഴുവെടുത്ത് വിറക് വെട്ടിയാലും സാമാന്യം നല്ല വ്യായാമം കിട്ടും. ഇതൊക്കെ വ്യായാമത്തിന് കാരണമാണ്. വ്യായാമം മനുഷ്യന് വേണം, അത്യാവശ്യമാണ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ്. എന്നാൽ യോഗ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? യോഗയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഓരോ യോഗയ്ക്കും ഓരോ തരത്തിലുള്ള ഗുണമാണ് കിട്ടുന്നത്. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊന്നും അന്തരാവയവങ്ങൾക്കൊന്നും വലിയ ഗുണം കിട്ടുമെന്ന് പറയാൻ ഒക്കുകയില്ല ഈ മറ്റ് വ്യായാമങ്ങൾ കൊണ്ട്. എന്നാൽ ജിമ്മിൽ പോയാൽ അതും കുറേ ഒക്കെ ഒക്കുന്നുണ്ട്. നടത്ത്, മഴുവെടുത്ത് വെട്ടൽ, അരിയാട്ടൽ, കിളയ്ക്കൽ, ഇതൊക്കെ വ്യായാമം തന്നെ കിട്ടും. പക്ഷെ അന്തരാവയവങ്ങൾക്ക് വേണ്ടത്ര വ്യായാമം കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. ഓരോ യോഗയ്ക്കും ഓരോ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പത്മാസനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നട്ടിൽ നിവർന്നേ പത്മാസനത്തിൽ ശരിയിരിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് പത്മാസനത്തിൽ ഇരുന്നാൽ നമ്മൾ പ്രത്യേകിച്ച് നിവരണ്ട, നട്ടിൽ നന്നായിട്ട് നിവർന്നിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് നട്ടിൽ അങ്ങനെ നിവർന്നിരിക്കുന്ന ഒരാളിനെ പിന്നെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും നിവർന്നിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അറിയാതെ അങ്ങനെ അങ്ങ് ചെയ്തു പോകും. വളഞ്ഞു കൂടിയൊന്നും ഇരിക്കത്തില്ല ഒരിടത്തും. അതാണ് പത്മാസനം. സിദ്ധാസനവും ഇതേ ഗുണം കിട്ടും. വേറെ ഗുണങ്ങളുണ്ട്. അരക്കെട്ടിൻ്റെ മാംസപേശികൾക്കും അസ്ഥിക്കുമൊക്കെ ബലം വരികയും വ്യായാമം ലഭിക്കുകയും ചെയ്യും. ഈ പത്മാസനത്തിനും ആ ഗുണമുണ്ട്. കാലുകൾക്ക്, മസിൽസിനൊക്കെ നല്ല വ്യായാമം ലഭിക്കുന്നുണ്ട്. നട്ടിൽ നിവർന്നിരിക്കുമ്പോൾ മാനസികമായ എഫക്റ്റ് വർദ്ധിക്കും. മനസ്സിൻ്റെ പ്രവർത്തനം വിപുലപ്പെടും, ശക്തമാകും നട്ടിൽ നിവർന്നു വരുന്നതുകൊണ്ട്. എന്നാൽ സർവാംഗാസനമാണ് ചെയ്യുന്നതെങ്കിൽ കാൽ മുകളിലേക്ക് ഉയർത്തുന്ന കാരണം ഹാർട്ടിൽ നിന്നും കാലിൻ്റെ തുമ്പ് വരെ ബ്ലഡ് പമ്പ് ചെയ്യണമെങ്കിൽ ഹാർട്ട് അല്പം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, അല്പം സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസരം ഇടയ്ക്ക് കിട്ടുന്നത് ഹാർട്ടിനൊരു പ്രാക്ടീസാണത്. കുറച്ച് പ്രഷർ വേണ്ടി വന്നാൽ ചെലുത്തിയാലും കുഴപ്പമില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അത് ഗുണം ചെയ്യും. അതിനും പുറമെ തലച്ചോറിലേക്കും മുഖത്തിൻ്റെ ഭാഗങ്ങളിലേക്കും നെഞ്ചിലുമൊക്കെ അല്പം ബ്ലഡ് കൂടുതൽ വരുന്നത് കാരണം എവിടെയെങ്കിലും അല്പം തടസ്സമൊക്കെ ഉള്ളെങ്കിൽ അതങ്ങ് തള്ളി തുറന്ന് അങ്ങ് ശരിയായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. ബ്രെയിനിനൊക്കെ നല്ലതാണ്. മുഖത്തെ മാംസപേശികളൊക്കെ നല്ലപോലെ ആക്റ്റീവാകും. അത് മുഖത്തെ മാംസപേശികൾക്ക് വരുന്ന വ്യത്യാസം മുഖപ്രസാദത്തിനൊക്കെ കാരണമാകും സർവാംഗാസനമാകുമ്പോൾ. ഹലാസനം ചെയ്യുമ്പോൾ വേറൊരു ഗുണമാണ്. ഹലാസനം കാല് ഉയർത്തി തലയുടെ പുറയിൽ കൊണ്ട് പാദങ്ങൾ ടച്ച് ചെയ്യുക, തള്ളവിരൽ 2 കാലിൻ്റെയും. അതാണ് ഹലാസനം. ഏകദേശം കലപ്പയുടെ ഒരു ഷേപ്പ് വരും. അതുകൊണ്ടാണ് ഹലാസനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള രക്തം കാലിൻ്റെ തുമ്പുകളിലേക്കും ഹൃദയത്തിലേക്കും നെഞ്ചിലേക്കും തലയിലേക്കുമൊക്കെ കൂടുതൽ വരുന്നതിന് കാരണമാകും.
ഇത് മൊത്തത്തിൽ പ്രവർത്തനക്ഷമത ശരീരത്തിന് വർദ്ധിക്കുന്നതിന് കാരണമാവും. ഉള്ളിൽ അന്തരാവയവങ്ങളിൽ ഒരു ചലനം പ്രത്യേകിച്ചുണ്ടാവും. വയറിനുള്ളിലുള്ള ഗ്ലാൻഡുകളിലേക്കും ആമാശയത്തിലേക്കും ചെറുകുടലിലേക്കും വൻകുടലിലേക്കും ഹാർട്ടിലേക്കും ഒക്കെ മറ്റ് പാൻക്രിയാസ് ഉൾപ്പെടെയുള്ള ഗ്ലാൻഡ് കരൾ ഇവിടെ എല്ലാം ഉള്ള സർക്കുലേഷൻ അല്പം കൂടുതൽ കാണുന്നതിന് കാരണമാവും. അധികം സമയമല്ലല്ലോ, അത് 2-3 മിനിറ്റ് ഒക്കെ നിൽക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത്രയും സമയം അവിടെ ഒരു പ്രവർത്തനക്ഷമതയൊന്നും വർദ്ധിക്കും. അങ്ങനെ നിത്യേന കുറേശ്ശെ ചെയ്യുമ്പോൾ അല്പം ഇതേപോലെ എല്ലാം ചെയ്യുമ്പം അന്തരവയവങ്ങൾക്കെല്ലാം ഒരു പ്രവർത്തനക്ഷമത വർദ്ധിക്കും. അത് പൊതുവെ നല്ലതാണ്. പ്രായം അധികമാകാതെ മുന്നോട്ട് പോകുന്നതിന് കാരണമാവും. പ്രായാധിക്യം ഉണ്ടാകത്തില്ല. കുറച്ച് പ്രായമായി കഴിഞ്ഞാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. മിക്കവാറും എല്ലാ യോഗയും ചെയ്യാം. ഒരു 85 വയസ്സുള്ളവർ പോലും ഈ പറഞ്ഞ ഹലാസനം, പത്മാസനം, സിദ്ധാസനം, ഭദ്രാസനം, വിപരീത കിരണി, ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശീർഷാസനം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് നല്ലൊരു യോഗാ വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ മാത്രം പഠിക്കേണ്ട ഒരു കാര്യമാണ് ശീർഷാസനം. ഇതിനിടയ്ക്കൊക്കെ ഒത്തിരി ഉണ്ട്. 84 എണ്ണം ഉണ്ട് ചെയ്യാൻ. ഇത്ര എണ്ണം ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ട കാര്യം. 6 എണ്ണം ദിവസം ചെയ്താൽ പോലും ഗുണം വളരെയാണ്. സേതുബന്ധാസനം അത് നല്ലതാണ്. നടുവിനൊക്കെ വളരെ നല്ലതാണ്. നടുവേദന ഉണ്ടാകത്തേ ഇല്ല സേതുബന്ധാസനം. അതായത് കാല് കുത്തിക്കൊണ്ട് നടു ഭാഗം, അതായത് അരക്കെട്ട് ഉയർത്തി തല താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു രീതിയാണ്. അത് പല സൈസുണ്ട്. ഇടയ്ക്ക് അരക്കെട്ടിന് താഴെ നിന്ന് കൈ മുട്ട് തറയെ വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന ടൈപ്പുണ്ട്. അത് സിമ്പിളാണ്. അതും ഗുണം ഒത്തിരി ഉണ്ട്. അങ്ങനെ കൈ എങ്ങനെ പിടിക്കാതെ തന്നെ കൈ കാൽപാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയ വളഞ്ഞു നിൽക്കുന്നത്, അത് സേതുബന്ധാസനമാണ്. ഇതുപോലെ ഒത്തിരി ഉണ്ട്. പറഞ്ഞാൽ അത്ര 84 എണ്ണം കൊണ്ട് ചെയ്യാവുന്നത്. ഇതൊരു 6 എണ്ണം ഇത് ദിവസവും ചെയ്യാമെങ്കിൽ തന്നെ നല്ല ഉന്മേഷം വരുമെന്നുള്ളതാണ്. പ്രായം വരികയില്ല. സ്ഥിരമായിട്ട് ചെയ്ത് ഒരു 20 വയസ്സിൽ തുടങ്ങുകയാണ്. ദിവസം 2 മിനിറ്റ് ചെയ്താൽ മതി ഓരോന്നും. എല്ലാം കൂടി 7 × 14 എണ്ണം ചെയ്യാണ്. 2-3 ചെയ്യുന്നുള്ളെങ്കിൽ 3-6 മിനിറ്റേ വരുന്നുള്ളൂ. എന്നാലും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടും. പ്രായാധിക്യം ഉണ്ടാകത്തില്ല. ഒരു 80 വയസ്സുള്ള ആൾ ഒരു 60 വയസ്സേ തോന്നിക്കുകയുള്ളൂ. അതാണ് യോഗ ചെയ്താലുള്ള ഗുണം. അതേ പ്രധാനമായിട്ട് ഈ സർക്കുലേഷൻ എല്ലാ അവയവങ്ങൾക്കും ചെല്ലുന്നു ഉള്ളതുകൊണ്ട് എല്ലായിടത്തും വയറ്റിനകത്തിലും നെഞ്ചിലുള്ള എല്ലാ അവയവങ്ങളിലും ബ്ലഡ് സർക്കുലേഷനും അതിനെ വ്യത്യസ്ത വശത്തൂടെ പ്രഷർ കൂടുതൽ ചെല്ലുന്നതിനും കാരണമാവും. അതുകൊണ്ടും പ്രവർത്തനക്ഷമത വർദ്ധിക്കും. അതുകൊണ്ടാണ് കുറച്ച് പ്രായം കൂടുതലായാലും പ്രായാധിക്യത്തിൻ്റെ ഒരു പ്രശ്നം കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു വ്യായാമങ്ങൾക്കും ആ ഗുണമുണ്ട്. എന്നാൽ ഇത്രയും തന്നെ കാണുന്നില്ല. യോഗ ചെയ്യുന്ന ആൾ 80 വയസ്സായാൽ പോലും ആൾക്ക് വലിയ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും ഉണ്ടായി കാണുന്നില്ല. ഓവറായിട്ട് ഒരു മസിൽസിനെയും വർക്ക് ചെയ്യിക്കുന്നില്ല. വേർപ്പുണ്ടാകത്തുമില്ല. വേർക്കുന്നത് നല്ലതാണ്. ഉപ്പൊക്കെ പുറത്തു പോകുന്നതിനും ഒക്കെ കാരണമാണ്. പല ഗുണം ചെയ്യും വേർക്കുന്നത്. അത് വേറെ ചെയ്യണം. ഇപ്പോൾ ഇത് യോഗ എന്നും തുടർച്ചയായിട്ട് യോഗ പല ഘടകങ്ങളും പല വശങ്ങളും വേറെയുണ്ട്. ഈ പ്രാണായാമം എന്നൊക്കെ പറയുന്നത് യോഗയുടെ വശങ്ങൾ തന്നെയാണ്. അതൊത്തിരി ഉണ്ട്. ഒത്തിരി സൈസുണ്ടത്. അതിൽ നിത്യേന ചെയ്യാവുന്ന ചിലതൊക്കെ ഉണ്ട്. അത് നിത്യേന ചെയ്യുന്ന അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാം. ഒരു സാമാന്യം കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ 10 സെക്കൻഡ് ഉള്ളിലേക്കെടുത്ത് 10 നിർത്തി 20 കൊണ്ട് പുറത്തു വിടുക. അവിടെ പുറത്തൊരു 5 സെക്കൻഡ് നിർത്തിയിട്ട് അവിടുന്ന് ആ മൂക്ക് വഴി ഇങ്ങോട്ട് എടുത്ത് 10 സെക്കൻഡിലോട്ട് എടുത്ത് അങ്ങനെ സ്ലോയിൽ ക്രമേണ അത് വന്നോളും. കൃത്യം കണക്കാണോ ഒന്നുമില്ല. അത് ക്രമേണ നമ്മളങ്ങ് എണ്ണം കൊണ്ട് ഒപ്പിക്കുക. 1 2 3 4 ഈ സ്പീഡിലാണെങ്കിൽ 1 സെക്കൻഡിലാണ്. അല്ലെങ്കിൽ ഒരു ക്ലോക്ക് കൊണ്ട് വെച്ച് അതിൻ്റെ ടിക്ക് ടിക്ക് കേട്ടാലും മതി. മിക്കവാറും ക്ലോക്കിൻ്റെ അങ്ങനെയാണ് 60 ടിക്ക ഒരു മിനിറ്റായിട്ട് വരാറുള്ളത്. വ്യത്യാസപ്പെട്ടതുമുണ്ട്. അത് നോക്കി അങ്ങനെ ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. വളരെ നല്ലത് തന്നെയാണ് യോഗ. ജിമ്മിൽ പോകുന്ന ഒരാളിന് യോഗ ചെയ്യാൻ പറ്റും. യോഗ ചെയ്താൽ അതിന് പ്രത്യേക ഗുണമാണ്.
നല്ല സൗമ്യ പ്രകൃതം വരും. അതൊരു പ്രത്യേകതയായിട്ട് കാണുന്നു യോഗ ചെയ്യുന്നയാളിന്. മറ്റേയാൾ കുറച്ചുകൂടെ ഒരു 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 പരുക്കൻ ഒരു സ്വഭാവമായിട്ട് കാണുന്നു. പക്ഷെ കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ജിമ്മിൽ പോകുന്നതും അതുപോലുള്ള ഉൾപ്പെടെയുള്ള വ്യായാമങ്ങളും. യോഗയ്ക്കാകുമ്പോൾ സൗമ്യ പ്രകൃതവും കുറേ ക്ഷമയുള്ള ആളായിട്ടും കാണുന്നു. അത് നമുക്ക് അമേരിക്കക്കാരൊക്കെ അവിടെ ഇവിടുന്ന് പഠിച്ചിട്ട് പോയി അവിടെ അവർ നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടി. അമേരിക്കൻസ് ലോകത്തിലെല്ലാം ഉണ്ട്. ആ അമേരിക്കൻസ് ഇന്ത്യയിൽ വന്ന് തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രം, പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, തിരുവണ്ണാമല, ഒരു മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് ചില യോഗ സെൻ്ററുകളൊക്കെ നടത്തുന്നുണ്ട് ആൾക്കാർ. അതിൽ പലരും പല സ്ഥാപനങ്ങളും അതിന് ഉടമസ്ഥന്മാരും പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു അമേരിക്കക്കാരാണ്. അവർ ചെറുപ്പക്കാരാണ്. അവർ 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അത് അവിടെ പഠിക്കാൻ നാട്ടുകാർ ധാരാളം പേരുണ്ട്. നാട്ടുകാരാണ് അവിടെ പഠിക്കുന്നതിൽ. എന്നാൽ അവിടെ നിന്ന് വരുന്നവർ തിരുവണ്ണാമല വന്ന് പഠിക്കുന്നുമുണ്ട്. അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻസും മറ്റുമൊക്കെ ധാരാളം വന്ന് ജാപ്പനീസും ഒക്കെ വന്ന് പഠിക്കുന്നുണ്ട്. ഈ തിരുവണ്ണാമല എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ വെല്ലൂരിന് ഏകദേശം അടുത്ത് വരും തിരുവണ്ണാമല. അത് കട്പാടി ചെന്ന് പോകാവുന്നതാണ്. അങ്ങനൊരു സെൻ്റർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അറിയണം, ലോകം മുഴുവൻ അറിയാം. അവർ നമ്മളിവിടെ പഠിച്ചിട്ട് അതുപോലെ അത് ചെയ്യുക മാത്രമേ ഉള്ളൂ. അവർ ഗവേഷണം നടത്തുന്നുണ്ട്, ധാരാളം വലിയ ഗവേഷണങ്ങളാണ് യോഗയെക്കുറിച്ച് നടത്തുന്നത്. അങ്ങനത്തുള്ള സ്ഥാപനങ്ങൾ അമേരിക്കയിൽ ധാരാളം ഉണ്ട്. അവിടെ പഠിച്ചിട്ട് വരുന്നവരാണ് ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നത്. ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ക്ലാസ് എടുക്കുന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് അവരൊക്കെ വലിയ ക്ഷേത്രവിശ്വാസികളുമാണ്. അവിടെ ക്ലാസ് എടുക്കുന്നവരൊക്കെ അവരൊക്കെ പല ക്ഷേത്രങ്ങളും ഏത് മതക്കാർക്കും പ്രവേശിക്കാമെന്നുള്ളത് കൊണ്ട് അവിടെ വന്ന് പ്രവേശിക്കുന്നുമുണ്ട് പലയിടത്തും. അങ്ങനെ അവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നാട്ടുകാരായ ധാരാളം പേര് അവിടെ പഠിക്കുന്നുമുണ്ട്, ഫീസ് കൊടുത്തിട്ട് തന്നെ. വലിയ ഫീസൊന്നുമില്ല, ഫീസ് ഈടാക്കുന്നുള്ളൂ. അപ്പോൾ യോഗയുടെ പ്രാധാന്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതൊരാവശ്യം തന്നെയാണ്. അന്തരാവയവങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ യോഗയോളം നല്ലത് വേറൊന്നും കാണുന്നില്ല. പ്രാണായാമം മാനസിക പക്വത എത്തുന്നതിനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും കാരണമാവും. ഇത് ദിവസവും അല്പം പ്രാണായാമം ചെയ്യാമെങ്കിൽ പല ദിവസമുണ്ട്. പിന്നെ വേറൊരു ടൈപ്പുള്ളതാണ് കപാലഭാതി. അത് ചക്കുതിക്ക് ഒരു കൊതുക് മൂക്കിലോട്ട് കയറി പെട്ടെന്ന് നമ്മളൊറ്റ ചീറ്റങ്ങ് ചീറ്റു ചക്കുതിക്ക്. ഇങ്ങോട്ട് വായു എടുക്കുന്നത് അറിയണ്ട. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മാത്രം വിട്ടുകൊണ്ടിരിക്കണം. വയറ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതുകൊണ്ട് നോക്കുക. അതാണ് നെഞ്ചിൽ നിന്നല്ല വികസിക്കേണ്ടത്. അതുകൊണ്ടൊന്നും ഇങ്ങനെ പുറത്തോട്ട് വിടുമ്പം നെഞ്ച് അല്ല വയറ് അകത്തോട്ട് വിട്ടും. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. ഒത്തിരി സൈസുള്ള ഇതും അല്ലോമയും ഇതും മാത്രം ചെയ്താലും മതി. അല്പം യോഗ എല്ലാവരും ചെയ്യണം. അതുകൊണ്ട് പ്രത്യേക പ്രാക്ടീസ് ഒന്നും പ്രത്യേകമായിട്ട് പഠിക്കാതെ ചെയ്യാം. സിമ്പിൾ ആണെങ്കിൽ വലിയ കൂടെ ഒന്നും അങ്ങനെ ചെയ്യാൻ പോകല്ലേ. ആരുടെയും ഒരു സഹായമില്ലാതെ യോഗ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ആളിൻ്റെ ഒരു സഹായമില്ലാതെ എല്ലാ യോഗയും ചെയ്യാൻ പോകല്ലേ. അതുപോലെ സിമ്പിളായിട്ടുള്ളതൊക്കെ കുറേ ചെയ്യുക, അത് മതിയാ. അതുകൊണ്ട് തന്നെ ഗുണം വളരെയധികമാണ് ഉണ്ടാകുന്നത്. ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ.